ഹായ് ഹലോ, ഞാൻ ആൻസ്ലി. വെൽക്കം ബാക്ക് ടു ഇമിയ ബുട്ടിക്. അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന റെഡി ടു വെയർ ആയിട്ടുള്ള ഒരു 3 പീസ് സെറ്റാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. 2 ഡിഫറെന്റ് കളർ ഷെയ്ഡിലുമാണ് നമ്മൾ ഇത്തവണ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ അടിപൊളിയായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഒരുപോലെ ഇടാൻ പറ്റുന്ന ഒരു സെറ്റാണ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് കളക്ഷൻ വരുമ്പോൾ ഒരു പ്രീമിയം ജോർജറ്റ് ഫാബ്രിക്കിൽ എലൈൻ പാറ്റേണിൽ വരുന്ന ഒരു പാർട്ടി വെയർ സെറ്റാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും ലേറ്റ് ആകാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ. എന്നാൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സജഷൻസും നിങ്ങൾക്ക് പറയാവുന്നതാണ്. വാട്സപ്പ് നമ്പർ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം. ഇതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത്. ഏത് പ്രായത്തിലുള്ളവർക്കും ഒരുപോലെ തന്നെ ഇടാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ വെയറാണ് നമ്മൾ ഇത്തവണ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഈ മിറേഴ്സ് വർക്കും ബീഡ്സ് വർക്കും ഒക്കെ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഇടാൻ പറ്റണം എന്നില്ലല്ലോ. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പാറ്റേൺ ഇത്തവണ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. നമുക്ക് ഇതിന്റെ ക്ലോസ് റിവ്യൂ കണ്ടു നോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസ് റിവ്യൂ വരുന്നത്. നല്ലൊരു റൗണ്ട് നെക്കില് ഡിഫറെന്റ് കളേഴ്സിലുള്ള ത്രെഡ്സ് യൂസ് ചെയ്തിട്ട് നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത്. ഇതിന്റെ ലെങ്ത് വരുന്നത് 46 ഇഞ്ചസ് ആണ്. ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. നല്ല ലെങ്ത്തിൽ ബട്ടർ ക്രേപ്പ് ആണ് ലൈനിങ് വരുന്നത്. സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ബാക്ക് പോർഷൻ സെയിം കളറിൽ റൗണ്ട് നെക്കിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടു നോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത്. ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുള്ളത്. ഒരു സിഗരറ്റ് പാന്റിന്റെ മോഡലിൽ കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലാണ് ഇത് വന്നിട്ടുള്ളത്. ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് 39 ഇഞ്ചസ് ആണ്. അതുപോലെ തന്നെ ബോട്ടത്തിന്റെ ഹെമ്മിലായിട്ട് ഇങ്ങനെ ചെറിയൊരു സ്ലിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത്. ഷാളാണ് ഏറ്റവും ഭംഗിയിൽ കൊടുത്തിട്ടുള്ളത്. ഒരു സ്കാലപ്പ് ബോർഡേഴ്സ് ഒക്കെ ആയിട്ട് നല്ലൊരു വർക്കിലുമാണ് ഇത് ചെയ്തിട്ടുള്ളത്. നല്ല ലെങ്ത്തിലും വിഡ്ത്തിലും 2 ലോങ് എൻഡ്സിൽ ഈ ഒരു സ്കാലപ്പ് ബോർഡേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ഷാളാണ് വന്നിട്ടുള്ളത്. ഈ ഒരു എംബ്രോയിഡറി വർക്ക് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു വൺ സൈഡ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. മറ്റേ സൈഡ് എന്ന് പറയുന്നത് സ്കാലപ്പ് ബോർഡേഴ്സ് ആയിട്ട് തന്നെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഈ ഒരു സെയിം വർക്ക് തന്നെ സ്കാറ്റേർഡ് ആയിട്ട് ഷാളിന്റെ ത്രൂ ഔട്ടും ചെയ്തിട്ടുണ്ട്. നമുക്ക് വൺ സൈഡ് ആയിട്ടോ അല്ലെങ്കിൽ തട്ടുമായിട്ടൊക്കെ ഈ പെരുന്നാളിന് നമുക്ക് തട്ടായിട്ട് വെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ വെയർ ചെയ്യാം. അല്ലെങ്കിൽ വൺ സൈഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു നല്ല ലെങ്ത്തിലാണ് ഒരു ദുപ്പട്ട വന്നിട്ടുള്ളത്. ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം, ലാർജ്, എക്സ്, XXL സൈസിലാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 1150. നമുക്കിനി ഒരു ഷെയ്ഡും കൂടി അവൈലബിൾ ആണ്. നമുക്ക് നെക്സ്റ്റ് കളർ കണ്ടു നോക്കാം. ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത്. നല്ല ഡാർക്ക് വൈൻ ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത്. സെയിം ഫീച്ചർ തന്നെയാണ്. റൗണ്ട് നെക്കില് ചെസ്റ്റ് പോർഷൻ നല്ല നീറ്റ് ആയിട്ടുള്ളൊരു എംബ്രോയിഡറി വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ക്ലോസ് റിവ്യൂ കണ്ടു നോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസ് റിവ്യൂ. സെയിം കളറിലും സെയിം ത്രെഡ്സും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത്. ഇതിന്റെ ലെങ്ത് വരുന്നത് 46 ഇഞ്ചസ് തന്നെയാണ്. ബോഡി മൊത്തം ബട്ടർ ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ട് വരും. നമുക്ക് ഇതിന്റെ ബോട്ടം നോക്കാം. ഇലാസ്റ്റിക് വേസ്റ്റ് തന്നെയാണ് ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു സിഗരറ്റ് പാന്റിന്റെ മോഡലിൽ 39 ഇഞ്ചസ് ആണ് ഈ ഒരു ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത്. ഇതിന്റെ ഫാബ്രിക് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലുമാണ് ചെയ്തിട്ടുള്ളത്. ദുപ്പട്ട വരുന്നതും സെയിം ഫാബ്രിക്കില് വിചിത്ര സിൽക്ക് ഫാബ്രിക്കില് സ്കാലപ്പ് ബോർഡേഴ്സ് ആയിട്ടാണ് 2 ലോങ് എൻഡും കൊടുത്തിട്ടുള്ളത്. ഈ ഒരു എംബ്രോയിഡറി വർക്ക് ഈ ഒരു വൺ സൈഡ് മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ടും കൊടുത്തേക്കുന്നത്. ബാക്കിയെല്ലാം സ്കാറ്റേർഡ് ആയിട്ട് സെയിം വർക്ക് തന്നെ ചെറുതായിട്ടും കൊടുത്തിട്ടുണ്ട്. നല്ല 2 കളർ ഷെയ്ഡിലാണ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം, ലാർജ്, XXL സൈസിലാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 1150. നമുക്കിനി നെക്സ്റ്റ് കളക്ഷൻസ് ഏതാന്ന് നോക്കാം. നെക്സ്റ്റ് കാറ്റലോഗ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എലൈൻ പാറ്റേണിൽ പാർട്ടി വെയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ കളർ വരുന്നത് ഒരു ലാവണ്ടർ ഷെയ്ഡിലാണ്. നല്ലൊരു റൗണ്ട് നെക്ക് പാറ്റേണിൽ മിറേഴ്സും കട്ട് ബീഡ്സും കൊടുത്തിട്ട് ചെസ്റ്റ് പോർഷൻ നന്നായിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ക്ലോസ് റിവ്യൂ കണ്ടു നോക്കാം. സിമ്പിൾ ആയിട്ടുള്ളൊരു റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത്. ഒറിജിനൽ മിറേഴ്സും ഗോൾഡൻ കട്ട് ബീഡ്സും റെയിൻബോ കട്ട് ബീഡ്സും ഒക്കെ കൊടുത്തിട്ടാണ് ചെസ്റ്റ് പോർഷൻ നല്ല ഹെവി ആയിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. നല്ലൊരു പാർട്ടി വെയർ ആണ്. ഇതിന്റെ ലെങ്ത് വരുന്നത് 47 ഇഞ്ചസ് ആണ്. ബോഡി മൊത്തം നല്ല ലെങ്ത്തിൽ തന്നെ ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്.
ഇങ്ങനെയാണ് ലൈനിങ് വരുന്നത്. സ്ലീവ്സ് വരുമ്പോൾ 3/4 വിത്തൗട്ട് ലൈനിങ്ങിലുമാണ് വരുന്നത്. ബാക്ക് പോർഷൻ സെയിം കളറിൽ റൗണ്ട് നെക്കിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് പറയുന്നത് മീഡിയം, ലാർജ്, എക്സ്, ഡബിൾ എക്സ് സൈസിലാണ്. പ്രൈസ് വരുന്നത് 720. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഷെയ്ഡും കൂടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ലാസ്റ്റ് ഷെയ്ഡ് കണ്ടു നോക്കാം. ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത്. സെയിം ഫീച്ചർ തന്നെയാണ്. റൗണ്ട് നെക്കില് ചെസ്റ്റ് പോർഷൻ നല്ല ഹെവി ആയിട്ട് തന്നെ മിറേഴ്സും കട്ട് ബീഡ്സും കൊടുത്തിട്ടൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത്. നല്ലൊരു എ ലൈൻ മോഡലാണ്, നല്ലൊരു പാർട്ടി വെയർ ആണ് ഈ ഒരു കളക്ഷനും വന്നിട്ടുള്ളത്. ഇതിന്റെ ലെങ്ത് വരുന്നത് 47 ഇഞ്ചസ് ആണ്. ബോഡി മൊത്തം ക്രേപ്പ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടാണ് വരുന്നത്. ബാക്ക് പോർഷൻ സെയിം കളറിൽ തന്നെ റൗണ്ട് നെക്കിൽ ഇങ്ങനെ വരും. ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം, ലാർജ്, എക്സ്, ഡബിൾ എക്സ് സൈസിലാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 720. അപ്പൊ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കുക. ഒപ്പം സൈസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാം. നമ്മൾ ഇവിടുന്ന് പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യുന്നത് 6 വർക്കിംഗ് ഡേയ്സിലായിരിക്കും കേട്ടോ. പ്രൊഡക്റ്റ് കൈ കിട്ടുമ്പോൾ മുതലുള്ള ഓപ്പണിംഗ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക. നമുക്ക് എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂ വരുവാണെങ്കിൽ കംപ്ലീറ്റ് ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് റിട്ടേൺസോ അല്ലെങ്കിൽ എക്സ്ചേഞ്ചോ പോസിബിൾ ആയിട്ട് വരുള്ളൂ. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ എടുക്കാൻ ശ്രദ്ധിക്കുക. സൈസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് അതിൽ റിട്ടേൺസോ എക്സ്ചേഞ്ചോ അവൈലബിൾ അല്ല. എപ്പോഴും ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഓൾട്ടർ ചെയ്തിട്ടായാലും പിന്നീട് യൂസ് ചെയ്യാലോ. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ കളക്ഷൻസ്. എല്ലാവർക്കും ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനിയും നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.